ചിക്കൻ ബിരിയാണിയുടെ പേരിൽ തല്ലുണ്ടാക്കുക. സാധാരണ ഇത്തരം വാർത്തകളൊക്കെ വരുന്നത് കൊല്ലത്ത് നിന്നാണ്. ഇത് കേൾക്കുമ്പോഴും കൊല്ലത്തെ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ സംഭവിച്ച കൂട്ടേടയായിരിക്കുമെന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല. പോലീസുകാരാണ് വ്യത്യസ്തമായി ഇത്തരത്തിൽ ഒരു ചിക്കൻ ബിരിയാണി അടിയിൽ ഇത്തവണ ഭാഗമായത്. ശരിക്കും എന്താണ് സംഭവം? അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പോലീസുകാർ ഇത്തരത്തിൽ വളരെ ബാലിശമായ ഒരു സംഭവത്തിൻ്റെ പേരിൽ അടിയുണ്ടാക്കുന്നത് അടുത്തിടയ്ക്കൊന്നും കേട്ടിട്ടില്ല. എന്തായിരുന്നു കാര്യം? നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടി നമ്മൾ പലപ്പോഴും വാർത്ത ആയിട്ട് വരുന്നത് നമ്മൾ കാണാറുണ്ട്. അത് കൗതുകകരമായിട്ടുള്ളതുണ്ട്, നമുക്ക് ചിരിക്കാൻ വകയുള്ളതുണ്ട്. അതുപോലെയാണ് പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം എങ്ങാണ്ടായിട്ടുള്ളൂ, ഓണാഘോഷം നടക്കുന്ന സമയത്ത് അവിടെ ഓണസദ്യ, ഒരു പോലീസ് സ്റ്റേഷനിലാണ്, പോലീസിൻ്റെ ക്യാൻറ്റീനിൽ ഓണസദ്യ ഉണ്ട്. അങ്ങനെ അത് കേട്ടിട്ട് വഴിപോക്കനായ ഒരാൾ അവിടെ കയറി ചെല്ലുന്നു. അയാൾ ഓണസദ്യ കഴിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ഈ പോലീസിൻ്റെ പരിപ്പ് കറി കൂട്ടിയപ്പം കുറച്ചുകൂടെ വേണം, രണ്ടാമതും വേണം, ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സാറേ പരിപ്പ് കറി രണ്ടാമതും തരുമോ എന്ന് ചോദിച്ചു. ആ ചോദിച്ചാൽ മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ. ഇവനെ കുനിച്ച് നിർത്തി ഇടിയായിരുന്നു. പരിപ്പെടുത്തു. കാരണം നീ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരിപ്പ് കറി ചോദിക്കൂടാന്ന് ചോദിച്ചിട്ട് ഇടിച്ചു. അങ്ങനെ വലിയ പരാതിയായി. സദ്യ കഴിച്ചതും പോലെ കറിയും കൂടെ തരണം. അത് പറഞ്ഞ പോലെയാണ് ഇവിടെ രണ്ട് സാറന്മാരാണ്. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനാണ്, ട്രാഫിക് സ്റ്റേഷൻ. അവിടെയാണ് സംഭവം. അവിടെയാണ് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി ട്രാഫിക് സ്റ്റേഷനിലാണ്. അവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ വിരമിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ തല്ല് അവിടെ ഉണ്ടാകുന്നത്. മറക്കത്തില്ല, അദ്ദേഹം മറക്കത്തില്ല. അപ്പോൾ അദ്ദേഹം ആ സ്റ്റേഷനിലെ എല്ലാവർക്കും ബിരിയാണി കൊടുത്തു. സന്തോഷത്തിന്റെ ഭാഗമായി അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിക്കുകയാണല്ലോ. സ്നേഹം സന്തോഷമൊക്കെ പങ്കിടാൻ വേണ്ടി ബിരിയാണി കൊടുത്തു. അങ്ങനെയാണ് രണ്ട് സാറന്മാർ. ഒന്ന് ജോർജ് സാർ, പേര് ജോർജ് എന്നാണ്. ജോർജ്. മറ്റൊന്ന് രാധാകൃഷ്ണൻ. സ്വഭാവം ഒക്കെ അന്വർത്ഥമാക്കുന്ന പേര്. ഈ പുതിയ മോഹൻലാലിന്റെ തുടരും സിനിമയിലെ സൈക്കോ ജോർജ് സാർ. ജോർജ് സാർ. അപ്പോൾ ജോർജ് സാറും രാധാകൃഷ്ണനും ഇവർക്കും കിട്ടി ചിക്കൻ ബിരിയാണി. ഇതിൽ ഒരാളുടെ ബിരിയാണിയിൽ ചിക്കൻ പീസ് കുറഞ്ഞു പോയി. അതിന് പറയുന്ന ഒരു കാരണം, അതിനകത്ത് പൊതുവേ കുറവായിരുന്നു ഒരാൾക്ക് കിട്ടിയതിനകത്ത്. ആ കുറഞ്ഞ ചിക്കൻ ബിരിയാണിക്കകത്ത് നിന്ന്, പീസ് കുറഞ്ഞ ചിക്കൻ കഷ്ണം കുറഞ്ഞു പോയ ബിരിയാണിക്കകത്ത് നിന്ന് ഇപ്പുറത്തിരുന്ന ആൾ കൈയിട്ട് ഒരു കഷ്ണം കൂടെ എടുത്തു. അപ്പോൾ വീണ്ടും കുറഞ്ഞു. സമത്വമാക്കണമല്ലോ. അതെ. അപ്പോൾ ഇത് സഹിച്ചില്ല. അതോടുകൂടിയാണ് അടി തുടങ്ങുന്നത്. ഈ രണ്ടുപേരും കൂടെ തമ്മിൽ തല്ലുന്നു. അപ്പോൾ പലപ്പോഴും നമ്മുടെ വീട്ടുകളിലായാലും അങ്ങനെയാണല്ലോ. നമുക്ക് ഇപ്പം മീൻ വറുത്തതൊക്കെ ഇഷ്ടപ്പെട്ട വിഭവമൊക്കെ ആണെങ്കിൽ കൊണ്ടുവച്ചാൽ വേറൊരാൾ വന്നെടുക്കുന്നത് നമുക്ക് സ്നേഹമൊക്കെയാണ്. കണ്ണ് തെറ്റിയാലൊക്കെ എടുക്കും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബഹളമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള വീടുകളുണ്ട്. വീടുകളിൽ സഹോദരങ്ങൾ തമ്മിലാണ് ഇത്തരം കൂടുതലുണ്ടാവും. വലിയ കഷ്ണം എനിക്ക് കിട്ടി, നിനക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ അടി ഉണ്ടാവും. അപ്പോൾ വീട്ടിലായതുകൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ വീട്ടുകാരാണല്ലോ. ഇതങ്ങനെയല്ല, ഉത്തരവാദിത്തപ്പെട്ട രണ്ടുപേരാണ്. ഹോം ഗാർഡ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന രണ്ടുപേരാണ്, ഹോം ഗാർഡുകളാണ്, ജോർജ് സാറും രാധാകൃഷ്ണൻ സാറും. അപ്പോൾ ഇവർ വാക്കുതർക്കമായി, അവിടെ അടിയായി. പോലീസുകാരൊന്നും വന്ന് പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. ഇവർ അടി തുടങ്ങി. അവസാനം സ്റ്റേഷന് വെളിയിലേക്ക് ഈ അടി വ്യാപിച്ചു. അത് ഇവർ ആദ്യം കഴിക്കുന്നിടത്തുനിന്ന് തുടങ്ങുന്നു. ഈ ചില ആളുകൾ അങ്ങനെയാണ്, അവരുടെ ഭക്ഷണത്തിൽ ഒക്കെ വന്ന് ആരെങ്കിലും കൈയിടുക, അങ്ങനെ ഒരു ചിലർക്ക് അത്തരം ചില മാനസിക അവസ്ഥകളുണ്ട്. ഇഷ്ടപ്പെടില്ല നമ്മളെ ഭക്ഷണത്തിൽ വന്ന് കൈവയ്ക്കുന്നതോ. നമ്മൾ അനുവാദം ചോദിച്ചിട്ടെടുക്കാം, എടുത്തോട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ പണ്ടൊക്കെ നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ പഠിക്കുമ്പോൾ ഇപ്പോഴും കുട്ടികൾ ഷെയർ ചെയ്ത് ഭക്ഷണം കഴിക്കാറുണ്ട്. നമ്മുടെയൊക്കെ സമയത്തൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകുന്ന എന്തൊക്കെ കറികൾ ഉണ്ടായിരുന്നു എന്ന് നോക്കി തീരുന്നതിന് മുന്നേ സൗഹൃദത്തിന്റെ ഭാഗമാണ്. ഇവര് മുതിർന്ന ആളുകളാണല്ലോ. അപ്പൊ ആ സൗഹൃദമൊക്കെ പോയി, യൂത്തൊക്കെ പോയി ജോലിയിൽ കയറി ഇരിക്കുന്ന ആളുകളാണ്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് ഈ ചിക്കൻ ബിരിയാണിയോട് വല്ലാത്ത കൊതിയുള്ള ഒരു മനുഷ്യനാണെന്ന്. ചിക്കൻ ബിരിയാണി പ്രണയിച്ച പോലീസുകാരൻ കാക്കിക്കുള്ളിലെ ചിക്കൻ ബിരിയാണിക്കാരനാണ് അദ്ദേഹം. അപ്പോഴാണ് ഈ ചിക്കൻ ബിരിയാണി മാത്രമല്ലാത്ത കഷ്ണമില്ല. പലപ്പോഴും ഇപ്പോൾ ഹോട്ടലുകാർ ചിക്കന് വില ആയതുകൊണ്ട്, പണ്ട് വാരിക്കോരിയൊക്കെ പൊതുവേ സാധനങ്ങൾക്കെല്ലാം വില ആയതുകൊണ്ട് പണ്ട് വാരിക്കോരിയൊക്കെ തരുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, അളവ് കുറച്ചു. ഇപ്പൊ നമ്മള് ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചാൽ പോലും ചോറ് ആദ്യം കൊണ്ട് നമുക്ക് തരുന്നതിന്റെ അളവ് നമുക്കറിയാം. നമ്മുടെ വളരെ ഒരു കപ്പെന്ന് പറയാൻ പോലും പറ്റാത്ത തരത്തിലാണ് കറികൾ. ആ രീതിയിലാണ് കറികൾ രണ്ടാമത് ചോദിക്കില്ലേ എന്നാണ് അവര് ചോദിക്കാൻ മടിയുള്ള ആളുകൾക്കും അവർക്ക് ഉപകാരമായി. അതെ. പലപ്പോഴും നേരത്തെയൊക്കെ ഹോട്ടലുകാർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും, എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. ഇപ്പൊ അവർ ചോദിക്കാറേ ഇല്ല. നമ്മൾ ഹോട്ടലിന് മോശമാക്കി പറയുന്നതല്ല, വില കൂടിയത് കൊണ്ട് അവര് അതിനെ പിടിച്ച് വിളമ്പുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന് ചിക്കൻ കഷ്ണം കിട്ടിയില്ല. അപ്പൊ അടി തുടങ്ങുന്നു. ഈ അടി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുകയാണ്.
തമ്മിൽ തല്ലി തുടങ്ങി അടിച്ചടിച്ച് സ്റ്റേഷൻ വെളിയിൽ ചിക്കൻ ബിരിയാണി കഴിക്കാനും പറ്റിയില്ല, അടി തുടങ്ങി. സ്റ്റേഷന് വെളിയിൽ ഇറങ്ങുമ്പോഴാണ് നാട്ടുകാർ ഇത് കാണുന്നത്. നാട്ടുകാർ നോക്കുമ്പോൾ രണ്ട് കാക്കിക്കുള്ളിലെ രണ്ട് ചിക്കൻ ബിരിയാണിക്കാർ തമ്മിൽ അടിക്കുകയാണ്. അടിച്ച് രാധാകൃഷ്ണന്റെ തല ജോർജ് അടിച്ചു പൊട്ടിച്ചു. അപ്പൊ ജോർജ് സാറ് പഴയ ജോർജ് സാറല്ല, വീണ്ടും തെളിയിച്ചു. ചിക്കൻ ബിരിയാണിയുടെ മുമ്പിലൊക്കെ എന്ത് ജോർജ് സാറ്. അപ്പോൾ സ്റ്റേഷനാണെന്നുള്ളത് മറന്നുപോയി, നമ്മൾ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത് മറന്നുപോയി, ഒരു പോലീസ് സ്റ്റേഷനിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ടെന്നുള്ളതെല്ലാം മറന്നുപോയി. ഇതെല്ലാം മറന്നിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതുകൊണ്ട് ഇവർ രണ്ടുപേരും അടികൂടി നാട്ടുകാരുടെ മുമ്പിൽ വന്നു. ഇദ്ദേഹത്തിന് ഈ പരിക്കേറ്റ രാധാകൃഷ്ണനെ ആദ്യം കരുവേലിപ്പടി ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടുന്ന് നേരെ അത് കഴിഞ്ഞിട്ട് ചികിത്സയൊക്കെ നടത്തിയിട്ട് പ്രാഥമിക ചികിത്സയൊക്കെ നടത്തിയിട്ട് നേരെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം അവിടെ ആശുപത്രിയിലുണ്ട്. പൊതുവേ നമ്മളിങ്ങനെ ആഹാരത്തിനോട് കൊതിയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കാണുമല്ലോ, പലർക്കും പലതരത്തിലുള്ള വിഭവങ്ങളായിരിക്കും. നോൺ വെജ് കഴിക്കുന്ന ആളുകളുണ്ട്, വെജിറ്റേറിയൻ ഉണ്ട്. വെജിറ്റേറിയൻകാർക്ക് ഇടയിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ചില വിഭവങ്ങൾ കാണും. നോൺ വെജുകാർക്കാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കാണും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഈ ചിക്കൻ ബിരിയാണി, അപ്പം ചിക്കന് പൊതുവേ ഇപ്പൊ ചിക്കൻ ബിരിയാണിയൊക്കെ വില കൂടുതലായതുകൊണ്ട് പാർസൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ മാറി തിരിഞ്ഞൊക്കെ സംഭവിക്കാം. ബൾക്ക് ഓർഡർ ഒക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ സംഭവിക്കാം. അത് മാത്രമല്ല, ഇതിനകത്ത് കുറഞ്ഞതിനകത്ത് നിന്ന് എടുത്തോണ്ട് പോയതാണ് അവിടെ കലിപ്പായത്. നിരാശയിലിരിക്കുകയാണ്. കൂട്ടത്തിൽ അടുത്ത തൊട്ടടുത്തിരിക്കുന്നവൻ ബാക്കിയുള്ളത് എടുത്തോണ്ട് പോവാണ്, സഹിക്കുന്നില്ല. അപ്പൊ എന്തായാലും ഇത് നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത ഒരു, പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ നേരത്തെ തന്നെ പലപ്പോഴും മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും അതുപോലെ തന്നെ അല്ലാതെ തന്നെ കോൺസ്റ്റബിൾമാരും ഒക്കെ തമ്മിൽ വാക്കുതർക്കവും അടിപിടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പല കേസുകളും മീഡിയാസിന്റെ മുന്നിൽ എത്താതെ നാണക്കേട് വിചാരിച്ച് ഇവരിൽ തന്നെ ഒതുക്കി തീർക്കാറുണ്ട്. അത് നാട്ടുകാർ പോലും കാണുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അത് ഈഗോയുടെ പേരിലൊക്കെ ഉണ്ടാകുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കലാപമായി, പോലീസ് സ്റ്റേഷനിലെ കലാപമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ജോർജ് സാറും രാധാകൃഷ്ണനും. അത് ഈ പേരും കറക്റ്റായിട്ട് കിട്ടി എന്നുള്ളതാണ് ജോർജ്. അപ്പൊ ജോർജ് തല അടിച്ചു പൊട്ടിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒന്നിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇനി ചിക്കൻ ആവോളം വാങ്ങിച്ചു കൊടുത്ത് ഇവരെ എങ്ങനെയാണോ പോലീസിൽ കൈകാര്യം ചെയ്യേണ്ടത് സംതൃപ്തരാക്കി ഒരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു. ശരി.